മുബഷീർ, ഒരു നിമിഷം കൂടി നമുക്ക് റിനീഷ മാം കൂടി ചേരുന്നുണ്ട്. റിനീഷ മാം, ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലാരിറ്റി മാം അവിടെ എത്തിയെന്ന് തോന്നുന്നു അല്ലേ സ്ഥലത്ത്? ഇത് ആരുടെ പ്രോപ്പർട്ടിയാണ് റിനീഷ മാം? ഒരു നൗഫൽ എന്നുള്ള പേര് കണ്ടിട്ടില്ല. അയ്യോ, വീണ്ടും ഒരു സെക്കൻഡ്, വീണ്ടും ശബ്ദം വരുന്നുണ്ട്. നൗഫൽ, ഓക്കെ, നൗഫൽ എന്നുള്ള ആളുടെ പേരാണ്. ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ എന്റെ ഭരണസമിതിയിൽ ഇതിനൊരു പെർമിഷൻ കൊടുത്തിട്ടില്ല. അത് മാത്രമല്ല, ഇത് നമ്മൾ ജനപ്രതിനിധികൾ അറിയുന്ന സംഗതി അല്ല. ഇവര് ഇതിന്റെ ആസ് പെർ നോംസ് ആണെങ്കിൽ ബിൽഡിംഗ് പെർമിറ്റിനായാലും മണ്ണെടുക്കുന്നതിനായാലും ഒക്കെ 3000 സ്ക്വയർ ഫീറ്റ് താഴെയുള്ള മണ്ണെടുക്കാൻ നഗരസഭയ്ക്ക് പെർമിഷൻ കൊടുക്കാം. അതിന് നിയമപ്രകാരം അത് ചെയ്തിട്ടുണ്ടാവണം. സെക്രട്ടറി അടുത്ത് നിർദ്ദേശം. എന്തായാലും കളക്ടർ കർശന നടപടി എടുക്കാൻ ആരായാലും. അല്ല, ഇതിന് ബിൽഡിംഗ് പെർമിഷൻ നമ്മൾ കൊടുത്തിരുന്നോ? നഗരസഭ ബിൽഡിംഗ് പെർമിഷൻ കൊടുത്തിരുന്നോ? നഗരസഭ ഇതിന് മുമ്പേ ബിൽഡിംഗ് പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പൊ കൊടുത്തതല്ല. അതിനകത്ത് ഇത് തൊട്ടടുത്ത് ഒരു പെട്രോൾ പമ്പ് വരാൻ പോകുന്നുണ്ട്, അതിന്റെ തൊട്ടടുത്ത് ഒരു ഹെൽത്ത് സെന്റർ വരാൻ പോകുന്നതിനൊക്കെ നഗരസഭ പെർമിഷൻ കൊടുക്കുന്നുണ്ട്. ഇത് ഷോപ്പിംഗ് കോംപ്ലക്സിന് വേണ്ടിയായിരുന്നോ പെർമിഷൻ? അതറിയില്ല, എന്താണെന്നറിയില്ല. നമ്മൾക്ക് ഇത് പെർമിഷൻ അവര് ഉദ്യോഗസ്ഥരുടെ കൊടുക്കുമ്പോൾ നമ്മൾക്ക് അറിയില്ലല്ലോ. ജനപ്രതിനിധികളെ കോൺടാക്ട് ചെയ്യേണ്ടതോ വാർഡ് കൗൺസിലറെ കോൺടാക്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഈ മണ്ണെടുക്കുന്ന സമയത്ത് ഈ വിവരം ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലേ മാം നമ്മുടെ? ഇതെന്താണെന്നറിയോ, നോംസ് പ്രകാരമല്ലേ നമ്മളത് ചെയ്യുള്ളൂ. ഇനി നഗരസഭ ആയാലും ജിയോളജി ആയാലും ഒക്കെ അവരെ പേപ്പർ ക്ലിയർ ആണെങ്കിലല്ലേ അവർ പെർമിഷൻ കൊടുക്കുള്ളൂ. അതെ, അതിനപ്പുറത്തേക്ക് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. നമുക്കിതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സംഗതിയല്ല. ഇത് നാച്ചുറൽ കലാമിറ്റിയാണ്, അല്ലാതെ ആരും വഴിവിട്ടൊന്നും ചെയ്തതല്ല. അല്ലല്ല, ഇത് JCB കൊണ്ട് അല്ലല്ല, നാച്ചുറൽ കലാമിറ്റി അല്ല മാം, ഇത് മാൻമെയ്ഡ് തന്നെയാണ്. JCB മാന്തിയ പ്രദേശത്ത് മാത്രമേ മണ്ണ് ഇളകിയിട്ടുള്ളൂ. അതെ, അതിന് അയാളെ ഓണറെ വിളിച്ചു വരുത്തിയിട്ട് കളക്ടർ ഇപ്പൊ വിളിച്ചു വെച്ചതേ ഉള്ളൂ. മിനിസ്റ്റർ ലെവലിൽ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ കർശനമായിട്ട് ആർക്കായാലും എന്ത് ആക്ഷൻ എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ എടുക്കാൻ വേണ്ടി മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, നമ്മളും പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഭരണസമിതി വരുന്നതിന് മുമ്പുള്ള ഭരണസമിതി പെർമിഷൻ കൊടുത്തതാണ് ഈ സ്ഥലത്ത്. അങ്ങനെ ഡൈവേർട്ട് ചെയ്യരുത് പ്ലീസ്. അത് അങ്ങനെയല്ല. ഇതാ എന്റെ അറിവിൽ ഇത് ചെയ്തിട്ടില്ല. നമ്മളുടെ പെർമിഷനോട് കൂടി അല്ല ഇത് ചെയ്തിട്ടുള്ളത്. അല്ല, ഒറ്റ ചോദ്യമുള്ളൂ, ബിൽഡിംഗ് പെർമിഷൻ ഉണ്ടോ ഇല്ലയോ? ബിൽഡിംഗ് പെർമിഷൻ നഗരസഭ കൊടുത്തിട്ടുണ്ട്. ഇതെന്താന്ന് വെച്ചാൽ നഗരസഭ ബിൽഡിംഗ് പെർമിറ്റ് ഒന്നും കൊടുക്കുന്നത് നഗരസഭ ജനപ്രതിനിധികൾ കൂടി കൗൺസിൽ യോഗത്തിലല്ല തീരുമാനിക്കുന്നത്. അത് ഉദ്യോഗസ്ഥരെടുത്ത് പെർമിഷൻ കൊടുത്ത് അവർ ആപ്ലിക്കേഷൻ ഇട്ട് അതിന്റെ നോംസ് ഓക്കെ ആണെങ്കിൽ അവരാണ് കൊടുക്കുന്നത്. പക്ഷേ ആ നോംസ് എങ്ങനെ ഓക്കെ ആവും ഇതേപോലെ ഫ്രജൈലായ ഒരു സ്ഥലത്ത്? ഞാൻ പറഞ്ഞല്ലോ, നോംസ് ഓക്കെ ഇല്ലെങ്കിൽ നമുക്ക് എന്താണ്, നമുക്കതൊന്നും പറയാൻ പറ്റില്ല. 25 ദിവസമായിട്ട് ഇത്രയും ലോലപ്രദേശത്ത് മണ്ണെടുക്കുന്നത് നമ്മൾ കണ്ടില്ലെന്നാണോ? ഇതെന്താണെന്നറിയോ, ഈ നോംസ് എടുക്കുന്ന ആരാണോ ഇത് പെർമിഷൻ കൊടുത്തത് അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ എന്തായാലും പറഞ്ഞിട്ടുണ്ട്. നമ്മളൊന്നും ചെയ്തിട്ടില്ല ആക്ച്വലി ഇതിനകത്ത്. ഓക്കെ, ഈ ഫയൽസ് നോക്കിയായിരുന്നോ? നോക്കി സെക്രട്ടറി അടുത്ത് റിപ്പോർട്ട് ചെയ്യും. അത് അപ്പോഴാണെങ്കിൽ നൗഫൽ എന്ന് പറഞ്ഞ ആളെ പേരിലാണുള്ളതെന്ന് പറഞ്ഞു. അയാളുടെ മണ്ണെടുക്കുന്ന ഒരാളുടെ, പക്ഷെ അതെന്തായാലും മഴക്കാലത്ത് ചെയ്യരുതെന്നും പറഞ്ഞിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ചില വീഡിയോകൾ ഈ സമയത്ത് മണ്ണെടുക്കുന്നതിനെതിരെ അവിടെ പ്രചരിച്ചിരുന്നു. മീറ്റിംഗ് ഇപ്പൊ നടക്കുന്നുണ്ട്, കളക്ടർ മീറ്റിംഗ് വരും. ഓക്കെ, ആ മീറ്റിംഗിന് ശേഷം തീരുമാനമാവും. അതെ. ഓക്കെ, താങ്ക് യു റിനിഷ മാം, താങ്ക് യു. അപ്പോൾ നഗരസഭാ ചെയർപേഴ്സൺ ആണ് നമുക്കൊപ്പം ചേർന്നത്. നഗരസഭാ ചെയർപേഴ്സൺ പറയുന്നത് ആദ്യം പറഞ്ഞത് പെർമിഷൻ ഇല്ലായിരുന്നു എന്നാണ്, പക്ഷേ ഇപ്പോൾ ബിൽഡിംഗ് പെർമിഷൻ ഉണ്ട് എന്നാണ്. മിനിസ്റ്റർ നേരത്തെ പറഞ്ഞത് അനധികൃതമാണ് എന്നാണ്. ഇപ്പോൾ നഗരസഭാ ചെയർപേഴ്സൺ പറയുന്നത് കഴിഞ്ഞ ഭരണസമിതി ഇതിന് ബിൽഡിംഗ് പെർമിഷൻ കൊടുത്തുവെന്നാണ്. ഇതിൻ്റെ ഓണറിൻ്റെ പേര് നൗഫൽ എന്നാണ്, അത്ര മാത്രമേ നമുക്കറിയത്തുള്ളൂ. നൗഫൽ എന്ന് പേരുള്ള ഒരാൾക്കാണ് ഒരാൾ പെട്രോൾ പമ്പ്, അതേപോലെ ഷോപ്പിംഗ് കോംപ്ലക്സ്, മറ്റ് കെട്ടിടങ്ങൾ ഇവയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും ഒരുപക്ഷെ അപേക്ഷ കൊടുത്തിട്ടുണ്ടാവുക. വളരെ ഫ്രജൈലായി ഈ സ്ഥലത്ത് നേരത്തെ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലമാണ്. ഈ സ്ഥലത്ത് ഇതേപോലെ മണ്ണെടുക്കാൻ പാടില്ല എന്ന് ഇരിക്കെയാണ് കഴിഞ്ഞ 25 ദിവസം മുമ്പ് തന്നെ മണ്ണെടുപ്പ് തുടങ്ങിയത്. അതും അവിടെ ഒരു മറ കെട്ടി JCB കൊണ്ടുവന്ന് മണ്ണ് മാന്തി തുടങ്ങുകയായിരുന്നു. അതാണ് ഇത്രയും വലിയ അപകടത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. ഇതൊരു മാൻ മെയ്ഡ് ലാൻഡ് സ്ലിപ്പ് തന്നെയാണ്. നമുക്കിപ്പം സോണലുണ്ട്. സോണൽ, നൗഫൽ എന്ന പേരുള്ള ആളുടെ പ്രോപ്പർട്ടിയാണ്. എല്ലാ പെർമിഷനും ഉണ്ട്, അതായത് ബിൽഡിംഗ് പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. ബിൽഡിംഗ് പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൈനിങ് ജിയോളജി ഡിപ്പാർട്ട്മെന്റും അതിന് പെർമിഷൻ കൊടുത്തിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ അയാൾ നിയമപരമായി രക്ഷപ്പെടും. ചുരുക്കത്തിൽ ഈ ജീവാപായം ഇല്ലാത്തത് മാത്രം ഭാഗ്യം. എന്താണ് അവിടെയുള്ള നാട്ടുകാർ പറയുന്നത്? അരുൺകുമാർ, പ്രധാനമായി പറഞ്ഞു വെക്കേണ്ടത് ഇപ്പോൾ ഇതിന്റെ മറ നീക്കി ഓരോ സത്യങ്ങളായി പുറത്തു വരുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇക്കങ്ങൾ ഈ പ്രദേശത്തുള്ള ആളാണോ? ഇത് വലിയ ഭീഷണിയല്ലേ? ഭീഷണി പറഞ്ഞാൽ തൽക്കാലം മാന്തിയതല്ലേ. ഇതിന് മുൻപ് മാന്തുമ്പോൾ നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു? മണ്ണ് മാന്തിയുണ്ട്, കണ്ടിരുന്നു അല്ലേ? ഇതാരതാ ഈ സ്ഥലം എന്നറിയോ? അറിയില്ല. ഇല്ല അല്ലേ? അത് തന്നെയാണ്. പക്ഷേ ഈ പ്രാദേശികമായിട്ട് ഇതാരാണ് ഇതിന്റെ ചുമതലയുള്ള ആള്, ആ ഉടമ ആരാണ് എന്നുള്ള കാര്യത്തിലൊന്നും
കൂടുതൽ വ്യക്തത ആളുകൾക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ് മന്ത്രിക്കും നഗരസഭാ ചെയർപേഴ്സണും ഉൾപ്പെടെ ഈ ഘട്ടത്തിൽ ഈ ഭൂമി ആരുടേതാണ്, ഇതുമായി ബന്ധപ്പെട്ട ഈ പ്രൊജക്ട് വർക്ക് നടത്തുന്നത് ആരാണ് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തത ഇല്ലാത്തത് നമ്മൾ ആദ്യഘട്ടത്തിൽ കണ്ടതാണ്. ഇപ്പോഴിതാ കൃത്യമായി ഓരോന്നായി പുറത്തു വരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഈ കാണുന്ന പ്രദേശത്ത് നമുക്കറിയാം വീണ്ടും ഇത്തരത്തിൽ ഇങ്ങനെ മണ്ണെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് മണ്ണിടിഞ്ഞതിന് ഏകദേശം 100 മീറ്റർ മാറി ഇപ്പുറത്തുള്ളൊരവസ്ഥയാണ്. അതായത് ഈ കുന്നിൻ്റെ ഭൂരിഭാഗം ഭാഗങ്ങളും ഇങ്ങനെ മണ്ണെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പലതരത്തിലുള്ള നിർമ്മാണ പ്രവർത്തികൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇതൊക്കെ അനധികൃതമാണോ അല്ലെങ്കിൽ നിയമാനുസൃതമാണോ എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടം നടക്കുമ്പോൾ മാത്രമേ ഇത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് നമുക്ക് പറഞ്ഞു വെക്കേണ്ടതാണ്. എന്തായാലും ഏറ്റവും കൂടുതൽ ആശങ്കയുള്ളത് ആ മുകളിലെ സ്കൂളിൻ്റെ കാര്യത്തിലായിരുന്നു. അത് ഏത് നിമിഷവും ഇടിഞ്ഞ് വീഴാൻ പാകത്തിലുള്ള നിൽപ്പാണെന്ന് നാട്ടുകാരുൾപ്പെടെ ആരോപിക്കുന്ന സാഹചര്യമുണ്ടായി. അതിൻ്റെ താഴത്ത് ചെറിയ രീതിയിൽ മണ്ണിടിയുന്നത് നമ്മൾ കണ്ടതാണ്. ചുവന്ന നിറത്തിൽ അതിങ്ങനെ ഇടിഞ്ഞു വരുന്നത് നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷേ ഇനി കൂടുതൽ മഴ പെയ്തു കഴിഞ്ഞാൽ, ശക്തിയാർന്ന മഴ പെയ്തു കഴിഞ്ഞാൽ ആ ഭാഗം ഉൾപ്പെടെ ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ നാട്ടുകാരുൾപ്പെടെ പറഞ്ഞത്. ഈ ഇടിഞ്ഞ സ്ഥലത്ത്, അതായത് നിലവിലെ ഭൂപ്രകൃതി അനുസരിച്ച് മണ്ണ് മാന്തിയ സ്ഥലത്ത് മാത്രമാണ് മണ്ണിടിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇതൊരു മനുഷ്യനിർമ്മിതമാണ് എന്ന് നമുക്ക് ആരോപിക്കേണ്ടി വരും. എന്തായാലും അധികൃതർ ആരും തന്നെ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടില്ല. പക്ഷേ ഈ മണ്ണിടിഞ്ഞതിന് മറുഭാഗത്ത് അവരുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സ്കൂളിൻ്റെ കേസ് നമ്മൾ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ 200 കുട്ടികളായിരുന്നു ആ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നത്. പക്ഷേ തുടർച്ചയായിട്ടുള്ള അവധി കാരണം